അപ്പോൾ ഇനി വി ഡി സതീശനായിരിക്കും എന്നാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. രമേശ് ചെന്നിത്തലയായിരിക്കും കൂടുതലും നല്ലത്. കാരണം ഒരു പ്രാവശ്യം 5 കൊല്ലം നല്ല വെടിപ്പായിട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വി ഡി സതീശനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം സത്യസന്ധതയോടു കൂടി പോകുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയായിട്ട് വരണമെങ്കിൽ പാർട്ടിക്ക് അവർ ചട്ടക്കൂടിൻ്റെ അവിടെ തീരുമാനം വ്യക്തിപര താല്പര്യം അനുസരിച്ചിട്ട് വി ഡി സതീശനാവണം തന്നെയാണ്. സീനിയോറിറ്റി ഉള്ളത് രമേശ് ചെന്നിത്തലൊക്കെ തന്നെയാണ്. അപ്പോൾ AC വേണുഗോപാൽ AICC ടോപ്പിൽ നിൽക്കുന്ന ആളല്ലേ. ഈ അങ്ങാറ്റം വഴി ഇങ്ങാറ്റം വഴി ഇത്രയും കഷ്ടപ്പെട്ട് ഓടി നടന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനും വി ഡി സതീശനെ കൊടുക്കണമെന്നുള്ള അഭിപ്രായം. നമസ്കാരം. കേരളത്തിൽ ആരാവണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയിലാണ് എല്ലാവരും. എന്താണ് ജനങ്ങളുടെ ആഗ്രഹം? കൊച്ചിയിൽ നിന്നുള്ള പ്രതികരണം നമുക്ക് കേൾക്കാം. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. വി ഡി സതീശനാവുമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? പുള്ളിയാണല്ലോ എല്ലാവരും കൂടി കൂട്ടി ഒരു ഇത് ആക്കിയെടുത്തത്. അപ്പം ഇനി വി ഡി സതീശനായിരിക്കും എന്നാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ, ആഗ്രഹം. മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. അത് പറയുമ്പോഴാണ് രസം. ഇവർ 3-4 പേരുണ്ട്. അപ്പോൾ ആരാവണമെന്ന് അവർക്ക് തന്നെ തീരുമാനമില്ല. ആ പാർട്ടിയിലോ UDF തന്നെ തീരുമാനമില്ല. പിന്നെ പാവപ്പെട്ട നമ്മൾ ഒരു ചെറിയ വോട്ട് ചെയ്ത് നമ്മളിതിൽ കയറി ഇടപെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അവരുടെ ആരാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ രമേശ് ചെന്നിത്തലയായിരിക്കും കൂടുതലും നല്ലത്. കാരണം ഒരു പ്രാവശ്യം 5 കൊല്ലം നല്ല വെടിപ്പായിട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA ആയിട്ട് ഇപ്പോൾ ഈ 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടേ ഇരുന്നിട്ടുള്ളൂ. അത് പുള്ളി പരാജയമായിരുന്നു 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാവട്ടെ, അല്ലെങ്കിൽ മറ്റേ KC വേണുഗോപാലോ അല്ലെങ്കിൽ വേറെ മറ്റാരെങ്കിലും ആവണതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ളത്. അപ്പം ആരാവണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം? അല്ല, നമ്മുടെ രീതി അനുസരിച്ചാണെങ്കിൽ വി ഡി സതീശനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ 5 കൊല്ലം അദ്ദേഹമായിരുന്നല്ലോ കോൺഗ്രസ് നയിച്ചതും അതിൻ്റെ പ്രതികരണങ്ങളെല്ലാം പുള്ളിയുടേതായിരുന്നു. ചിലപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേര് കേൾക്കുന്നുണ്ട്. രണ്ടുപേരിൽ ആരായാലും കുഴപ്പമില്ല. ഇനിയിപ്പം മുഖ്യമന്ത്രി ആവാനായിട്ട് ഇപ്പം KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശനുണ്ട്. ആരാവണമെന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? രമേശ് ചെന്നിത്തല. എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? പുള്ളി പഴയ ഒരു കാൻഡിഡേറ്റ് അല്ലേ, അത് കൈകാര്യം ചെയ്ത്. പിന്നെ കർണാടക കാലം തൊട്ട് പുള്ളി ഉടുപ്പ് മറികടക്കണമെന്ന് മനസ്സിലായി. വി ഡി സതീശനേക്കാളും യോഗ്യൻ രമേശ് ചെന്നിത്തല. ഇപ്പോഴത്തെ അവസ്ഥയിൽ വി ഡി സതീശനാണ് യോഗ്യം. പക്ഷേ ആഗ്രഹം ആരാവണം മുഖ്യമന്ത്രി എന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാൽ. എൻ്റെ അഭിപ്രായത്തിൽ വി ഡി സതീശനാണ് ആഗ്രഹം. പുള്ളിയുടെ പോക്കുകളൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. എല്ലാം സത്യസന്ധതയോടു കൂടി പോകുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിനല്ല. ഇനി മുഖ്യമന്ത്രി ആരാവണമെന്നാണ് ആഗ്രഹം? വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC. ഇത് കിട്ടിയേക്കണ ആർക്കാണ്? വി ഡി സതീശനുണ്ട്. അല്ല, ആർക്കാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പറഞ്ഞു വെച്ചേക്കണത്? ആർക്കാ എനിക്കറിയാൻ വേണ്ടി. എനിക്ക് 2 പേരോടും താല്പര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ആരെങ്കിലും വരട്ടെ, 2 പേരോടും താല്പര്യമുണ്ട്. ആരാവണം മുഖ്യമന്ത്രി എന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? ഇപ്പം വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചൊരു അതിന് തീരുമാനിക്കാനുള്ള നല്ല ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഹൈക്കമാൻഡ്. അപ്പോൾ അവർ നമ്മുടെ ഒരു ആഗ്രഹം കാണുമല്ലോ. പൊതുവെ എല്ലാവരും ആഗ്രഹമുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി ഡി സതീശൻ ആവണമെന്നാണ് ആഗ്രഹം. ഒരു കൂട്ടായ പരിശ്രമം നടത്തിയാണ് അദ്ദേഹം വിജയത്തിലേക്ക്. അതെ. അപ്പോൾ എൻ്റെ വ്യക്തിപര താല്പര്യം പാർട്ടിയായിട്ട് വരണമെങ്കിൽ പാർട്ടിക്ക് അവർ ചട്ടക്കൂടിൻ്റെ അവിടെ തീരുമാനം വ്യക്തിപര താല്പര്യം അനുസരിച്ചിട്ട് വി ഡി സതീശനാവണം തന്നെയാണ്. ഇനി മുഖ്യമന്ത്രി ആരാവണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം? വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തല, KC. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത് അത് അവരുടെ പാർട്ടിയാണ് അത് തീരുമാനിക്കണം. നമുക്കതിനെപ്പറ്റി ഔദ്യോഗികമായിട്ടൊന്നും. എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം കാണുമല്ലോ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയണത് ഇപ്പോൾ വി ഡി സതീശൻ ഇത്രത്തോളം പണിയെടുത്ത് അയാൾ പറഞ്ഞ ആ ഇതിൽ തന്നെ വരികയും ചെയ്ത്. അപ്പോൾ വി ഡി സതീശനാണ് എൻ്റെ മനസ്സിൽ. ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല, ഞാൻ വോട്ടിങ് കൂടി ചെയ്യാത്ത ഒരാളാണ്. എന്നാലും സതീശനാണ് എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാടിലിരിക്കുന്നത്. ഒരു കോൺഗ്രസ് ഭരണത്തിൽ വന്നത് പിണറായി സർക്കാരിൻ്റെ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. കാര്യം പല പ്രശ്നങ്ങളും കൊണ്ടാണ് ഇവിടെ UDF
ഭരണത്തിൽ വന്നേക്കണേ. അതിൽ ജനങ്ങൾ ഒരു മാറ്റം ജനങ്ങളുടെ ഒരു മാറ്റം വരണം, ജനങ്ങളൊരു മാറ്റം വരുത്തണം, സർക്കാർ ഒരു മാറ്റം വരുത്തണം. നല്ല കാര്യങ്ങൾ ചെയ്യണവനോ ഇവിടെ നമുക്ക് സർക്കാർ ചെയ്യുവാനോളും. അത്ര എനിക്ക് പറയണം. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നാ ചേട്ടൻ ആഗ്രഹിക്കുന്നത്? മുഖ്യമന്ത്രി അത് അവർ തീരുമാനിക്കട്ടെ. 3 പേരുണ്ട്. കെ സി വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, വി ഡി സതീശനുണ്ട്. ആരായിരിക്കണം ഒരു മുഖ്യമന്ത്രിയാണോ ചേട്ടൻ്റെ ആഗ്രഹം? എനിക്കൊരാഗ്രഹമുണ്ട്, വി വീഡിയോ ഡി ആകണമെന്ന്. നല്ല ഷൈൻ ചെയ്തേക്കണമെന്നുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് ആളെ. നല്ല പക്വതയുള്ള മനുഷ്യനാണ്. അത് എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്ത് പോകാനായിട്ട് നല്ലൊരു ഇതാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് എല്ലാവരും കാണുന്നത്. അത് നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ എന്നാണ്. കാര്യം ശരിയാ കഥകളൊക്കെ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, ഒരുവിധമൊക്കെ ആക്കി വെച്ചേക്കാണ്. അത് ഭരണമിട്ട് പാര വെച്ചുകൊണ്ട് പോയേക്കണാണ്. സംഗതി മനസ്സിലായ? അതാണ് ഒരു സ്ഥലത്ത് ഇപ്പോൾ ക്ലച്ച് പിടിക്കാത്ത കണ്ട, തമിഴ്നാട്ടിൽ കണ്ട, ഇവിടെ കണ്ട, ബംഗാളിൽ കണ്ട, മമത പോയ പോക്ക് കണ്ട, തൂത്തുകൂട്ടി വായിക്കണം. അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞത് ജനം പഴയ പോലെ അല്ല. എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അവർ പ്രതികരിക്കാതിരിക്കുമല്ലോ. പ്രതികരിക്കുന്ന സമയത്ത് അവർ പ്രതികരിക്കും. ഇല്ലെങ്കിൽ ജനത്തിന് തന്നെ അറിയാം നമ്മളെ ഇവർ ഒരുവിധം ആക്കുമെന്ന്. അതാണ്. ആരായിരിക്കണം ചേട്ടാ മുഖ്യമന്ത്രിയായിട്ട് വരണം? 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയും വി ഡി സതീശൻ. ഇനിയിപ്പോൾ അഭിപ്രായം പറയാനായിട്ട് സീനിയോറിറ്റി ഉള്ളത് രമേശ് ചെന്നിത്തലൊക്കെ തന്നെയാണ്. അപ്പോൾ കെ സി വേണുഗോപാൽ AICC ടോപ്പിൽ നിൽക്കുന്ന ആളല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90% രമേശ് ചെന്നിത്തലക്ക ആഗ്രഹം. കാരണം പുള്ളി അത്രയും സീനിയോറിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ വി ഡി സതീശൻ വരുന്നത് നല്ലതാണ്. പുള്ളിയും ഒപ്പൊക്കെയാണ്, ഓക്കെയാണ്. ചേട്ടൻ ആര് വരണമെന്ന് ആഗ്രഹം? വി ഡി സതീശൻ. അല്ല, പുള്ളിയുടെ എഫക്റ്റാണത്. അപ്പോൾ പുള്ളി അതത്ര എഫക്റ്റ് എടുത്തിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്തു ഒരു 5 വർഷം ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. ഇപ്പോൾ വി ഡി സതീശനായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആര് മുഖ്യമന്ത്രിയാണോന്നാ ചേട്ടൻ ആഗ്രഹം? അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ തത്വം അനുസരിച്ച് ഇപ്പോൾ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ അങ്ങാറ്റം മുതൽ ഇങ്ങാറ്റം മുതൽ ഇത്രയും കഷ്ടപ്പെട്ട് ഓടി നടന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനും വി ഡി സതീശനെ കൊടുക്കണമെന്നുള്ള അഭിപ്രായം. പരിചയസമ്പത്ത് കൊണ്ട് രമേശ് ചെന്നിത്തലയെ വേണമെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. കൂടാതെ ഇത്രയും നാൾ UDF ഒന്നിച്ച് ചേർത്ത് നിർത്തി ഈ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്ത വി ഡി സതീശനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പലരും. കൊച്ചിയിൽ നിന്നും പ്രണവസ് പ്രകാശിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.